ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈ ദിവസം. ഇന്ന് ഒക്ടോബർ 19. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്നാണ് റെയിൻ ഫോറസ്റ്റ് ഡേ, ന്യൂ ഫ്രണ്ട്സ് ഡേ, അതുപോലെ ഇവാലുവേറ്റ് യുവർ ലൈഫ് ഡേ, നാഷണൽ ഫാർമസി ടെക്നീഷ്യൻ ഡേ. പക്ഷേ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ്. വൺസ് അഗൈൻ വെൽക്കം ടു ഈ ദിവസം. ഒക്ടോബർ 19 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മഴക്കാടുകൾ എന്നറിയപ്പെടും. ഹെവി റെയിൻഫോൾ കിട്ടുന്ന ഫോറസ്റ്റ് ആണ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതിന് കുറച്ചും കൂടെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം എന്താണ് റെയിൻ ഫോറസ്റ്റ് തുടങ്ങിയവയെല്ലാം ഞാൻ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ ഡോക്ടർ എക്കണോമിക്സിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ മെയിൻ ഡെയിലി പോകുന്ന ഈ ഡേയുടെ ഇമ്പോർട്ടൻസ് മാത്രമാണ്. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ ഏകദേശം 50% ജീവിക്കുന്നത് ഈ റെയിൻ ഫോറസ്റ്റിലാണ്. കണക്കുകളനുസരിച്ച് ലോകത്തുള്ള ചെടികളുടെ 50% ഉള്ളത് ഈ റെയിൻ ഫോറസ്റ്റിലാണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റെയിൻ ഫോറസ്റ്റിനെയാണ്. ഭൂമിയുടെ 6% ഈ റെയിൻ ഫോറസ്റ്റ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അറിയാം, ഫേമസ് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് ഒന്നാണ് ആമസോൺ മഴക്കാടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 10 സ്ക്വയർ കിലോമീറ്റർ റെയിൻ ഫോറസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 1500 ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കാണാൻ പറ്റും. 1500 ടൈപ്സ്, 750 സ്പീഷീസ് ഓഫ് ട്രീസ്, മരങ്ങൾ കാണാൻ പറ്റും. 400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് കാണാൻ പറ്റും. 150 ടൈപ്സ് ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന്. ഏകദേശം 1 ബില്യൺ ഹെക്ടേഴ്സ് റെയിൻ ഫോറസ്റ്റ് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡീഫോറസ്റ്റേഷൻ വഴി നശിച്ചു പോയത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ് ഇവാലുവേറ്റ് യുവർ ലൈഫ് ഡേ എന്നുള്ളത്. ഇന്ന് എന്തായാലും എല്ലാവരും നമ്മുടെ ലൈഫ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന്. എത്രത്തോളം പ്രോഗ്രസ് വന്നു, എന്തൊക്കെയാണ് കുറവുകൾ, എവിടേക്കാണ് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകേണ്ടത് തുടങ്ങിയതിനെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ നടത്തേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത, ഇവാലുവേറ്റ് യുവർ ലൈഫ് ഡേ. ഇനി നമുക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് കൂടെ നോക്കാം. ഇന്ന് അധികം ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഒന്നുമില്ല, എന്നാലും 1-2 ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവന്റ്സ്. അതിലൊന്ന് 1870 ഈ ദിവസം ആണ്, ഒക്ടോബർ 19 ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലേക്ക് 4 ആഫ്രിക്കൻ അമേരിക്കൻസിനെ ഇലക്ട് ചെയ്തത് ഈ ദിവസമായിരുന്നു. USSRും US പല തവണ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് ഈ ദിവസങ്ങളിലാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് 1987 ഒക്ടോബർ 19 നടന്ന ഒരു ഇവൻ്റ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് നടന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. നമുക്കറിയാം, ബ്ലാക്ക് മൺഡേ എന്നാണ് ഇതറിയപ്പെടുന്നത്. പല രാജ്യങ്ങളുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് 40% വരെ ഇടിഞ്ഞ ഒരു ദിവസമായിരുന്നു ഈ ബ്ലാക്ക് മൺഡേ എന്നറിയപ്പെടുന്ന ഒക്ടോബർ 19. ഇന്നാണ് ന്യൂ ഫ്രണ്ട്സ് ഡേ. പുതിയ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും പുതിയ ഫ്രണ്ട്സിനെ നമുക്ക് ഇന്ന് തിരഞ്ഞെടുക്കാം. താങ്ക് യു വെരി മച്ച്.